ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് SCRT ക്ലാസ് 9 ചാപ്റ്റർ 15 സ്റ്റാറ്റിസ്റ്റിക്സിൽ പേജ് നമ്പർ 240 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. The table below shows the days in a month sorted according to the amount of rainfall in a locality. ഒരു പ്രദേശത്ത് പെയ്ത മഴയുടെ അളവിനനുസരിച്ച് ഒരു മാസത്തിലെ ദിവസങ്ങളെ തരംതിരിച്ച പട്ടികയാണിത്. വാട്ട് ഈസ് ദ മീൻ റെയിൻഫോൾ പെർ ഡേ ഡ്യൂറിങ് ദിസ് മന്ത്? ആ മാസം അവിടെ ഒരു ദിവസം പെയ്ത മഴയുടെ മാധ്യ അളവ് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതുപോലെ തന്നെ. ഓക്കെ, അപ്പം നമുക്ക് മൂന്നാമത്തെ ഒരു കോളം വേണം. എങ്ങനെ നമ്മൾ മൂന്നാമത്തെ കോളം ചെയ്യുക? ഈ രണ്ട് കോളങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. ഞാനിവിടെ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോണേ, ആദ്യം ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. എഴുതി ചെയ്യല്ല. 4 × 3 12ക്ക് 2 ശിഷ്ടം എത്ര ഉണ്ടാവും? 1. 5 × 3 15 15 1 16 കണ്ടോ. ഇനി 6 5 30ക്ക് 0 ശിഷ്ടം 3. 5 25 3 28. ക്ലിയർ അല്ലേ? 6 8 48ക്ക് 8 ശിഷ്ടം 4 വരും. 6 30 4 34. ഓക്കെ അല്ലേ? ഓക്കെ. 3 15ക്ക് 5 ശിഷ്ടം 1 വരും. 3 15 1 16. 50 × 2 100. അത് ഓക്കെ. 7 4 28ക്ക് 8 ശിഷ്ടം 2 വരും. 4 16 16 2 18. 4 20ക്ക് 0 ശിഷ്ടം 2 വരും. 4 20 2 22. 2 2 2 4 8. ക്ലിയർ അല്ലേ? ഓരോന്നും നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യണം ഞാൻ പറഞ്ഞിട്ടോ. ഇനി നിങ്ങൾക്ക് ഇവിടെ എഴുതി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 54 × 3 4 × 3 12ക്ക് 2 ശിഷ്ടം 1. 3 15 1 16. പിന്നെ 56 × 5 6 5 30ക്ക് 0 ശിഷ്ടം 3. 5 25 3 28. ഓക്കെ, അപ്പം എഴുതി മൾട്ടിപ്ലൈ ചെയ്തിട്ടും വേണമെന്നുണ്ടെങ്കിൽ സൈഡിലോട്ട് എഴുതുക. എന്നിട്ട് ഈ കിട്ടിയ നമ്പറുകളെല്ലാം ഇരുന്ന് കൂട്ടണം. ഓക്കെ, അപ്പോൾ പ്ലേസ് വാല്യൂ അനുസരിച്ച് ഞാൻ കൂട്ടാൻ പോവാണ്. 2 8 2 10 10 5 15 15 5 20 3 23 23 2 25ക്ക് 5 ശിഷ്ടം 2 വരും. 6 2 8 8 8 16 16 4 20 26 26 4 30 4 34 34 2 36 36 4 40 4 44ക്ക് 4 ശിഷ്ടം 4 വരും. 4 1 5 5 2 7 7 3 10 10 1 11 12 13 15 15. 1545. ഇവിടെ 3 5 3 8 8 2 14 14 14 3 17 17 2 19 23 28 30. ഇനി ഈ 1545നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1545നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നോക്കിക്കോ, 1545 ഡിവൈഡഡ് ബൈ 30. 15ലില്ല, 154 എത്ര എണ്ണം വരും? ഈ 0 ഒഴിവാക്കുക, ഈ 4 ഒഴിവാക്കുക. എങ്ങനെ പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ കേട്ടോ. 30 അല്ലേ? അപ്പൊ ഈ 0 ഒഴിവാക്കുക, 4 ഒഴിവാക്കുക. 15ൽ എത്ര 3 ഉണ്ട്? 5 എണ്ണം. 5 3 15 എന്നിട്ടൊരു 0 ഇട്ട് കൊടുക്കുക. 4 45. 45ൽ എത്ര 30 ഉണ്ട്? 1. ഒരു 30 30. 5 4 3 പോയാൽ 1. താഴത്തുകാർക്ക് ഏതാ നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പൊ ഒരു 0 ഇട്ടു, ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. എക്സ്ട്രാ നമ്മൾ 0 ഇടുമ്പോൾ നമ്മൾ മുകളിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി 150ൽ എത്ര 30 ഉണ്ട്? ഈ 0 0 അങ്ങോട്ട് വെട്ടുക. 15ൽ എത്ര 3 ഉണ്ട്? 5 എണ്ണം. 3 15 0 കണ്ടോ. 150 0 ഇട്ട് കൊടുത്താൽ 150. അപ്പൊ 51.5 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്ന മഴയുടെ മാധ്യം എന്ന് പറയുന്നത് 51.5 ആണ്. ജസ്റ്റ് നമ്മളോട് മാധ്യം കാണാനാണ് പറഞ്ഞത്. നമ്മൾ കണ്ടെത്തി. നമുക്ക് കിട്ടിയ എത്രയാ? 51.5 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ 2 ടേബിൾ തന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് മൂന്നാമത്തെ ടേബിൾ, ഈ 2 ടേബിളും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാക്കുക. അതിൻ്റെ സമ്മ് കാണുക, രണ്ടാമത്തെ കോളത്തിൻ്റെ സമ്മ് കാണുക, അത് രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. വി വിൽ ഗെറ്റ് ദ മീൻ, മാധ്യം. ഓക്കെ.